നമുക്കിപ്പോൾ കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവച്ചിരിക്കും. ഇപ്പോൾ മേപ്പയൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റർ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് കോഴിഫാം എന്ന പേരിൽ CPM-ലെ നേതാക്കളുടെ ഫോട്ടോകൾ പതിച്ച ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നു. അഭിജിത്താണ് ചേരുന്നത്. അഭിജിത്ത്, നേരത്തെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് എംപിയെ തടഞ്ഞപ്പോൾ. ഇപ്പോഴിതാ ഫ്ലക്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പരസ്പരം നേർക്കുനേർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മേപ്പയൂരിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങൾ എന്താണ്? വിനീത, 2 ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോൾ മേപ്പയ്യൂർ ടൗണിൽ ഉയർന്നിരിക്കുന്നത്. അതിലൊന്ന് ആദ്യം ഈ ഫ്ലക്സ് വെച്ചത് DYFI ആണ്. അതിൽ ഈ ഷാഫി പറമ്പിലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയ ഒരു ഫ്ലക്സാണ് ആദ്യം DYFI പ്രവർത്തകർ ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും CPIM കോഴിഫാം എന്നുള്ളൊരു ഫ്ലക്സ് കൂടി തൊട്ടടുത്ത് സ്ഥാപിച്ചു. അങ്ങനെ 2 വിഭാഗം പ്രവർത്തകരും മേപ്പയ്യൂർ ടൗണിൽ തങ്ങളുടേതായ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. നമുക്കറിയാം, ഇന്ന് ഉച്ചയോടടുപ്പിച്ചാണ് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം DYFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. 10-30ഓളം DYFI പ്രവർത്തകർ ഷാഫി പറമ്പിൽ എംപിയെ തടയുകയും തുടർന്ന് MP വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. DYFI പ്രവർത്തകരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ അല്പസമയത്തിനകം മേപ്പയ്യൂരിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പരിപാടിയിലേക്ക് ഷാഫി പറമ്പിൽ MP എത്തും. അതിന് തൊട്ടു മുന്നോടിയായാണ് ഇപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡ് ഇപ്പോൾ ഇവിടെ DYFI പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫ്ലക്സ് ബോർഡുകളുണ്ട്. അതിൽ ചെരുപ്പുമാല അണിയിക്കുന്ന DYFI പ്രവർത്തകരെയൊക്കെ നമുക്ക് കാണാം. നിലനിൽക്കുന്നുണ്ട്. ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് പരസ്പരം വാക്പോര് തുടരുന്നതാണ് കാണുന്നത്. അഭിജിത്തിലേക്ക് നമുക്ക് വിശദാംശങ്ങൾക്കായി